വത്സ, യോ ആരാ ഒരു സ്വാമിയാണല്ലോ. സഞ്ചാരിയായ ഒരു മുനിവര്യനാണ് വത്സ. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയിരുന്നേ. സൊസൈറ്റിയിൽ പാൽ കൊടുക്കാൻ പോണ വഴിയായിരുന്നു. സ്വാമിനെ മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. സ്വാമി എന്താ വിളിച്ചത്? ഈ ദേഹത്തിന് ദാഹിക്കുന്നു ഉണ്ണി. ഇതേ അപ്പുറത്ത് പൈപ്പ് ഉണ്ടായിരുന്നല്ലോ സ്വാമി. നല്ല വെള്ളമാണ്, ആൾക്കാർ കുടിക്കണുള്ളതാണ്. നതു ബുദ്ധവായ ന ചലനശക്തം. എന്ന് വെച്ചാൽ എണീക്കാനും നടക്കാനും പറ്റുന്നില്ല. അചഞ്ചലം. ഈ ബാബക്കുട്ട സ്വാമിക്ക് എന്താ ചെയ്തു തരേണ്ടത്? പാത്രം തരാണെങ്കിൽ ഞാൻ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തോണ്ട് തരാം. പാലല്ലേ താങ്കളുടെ പാത്രത്തിൽ? അതെ, പക്ഷെ പച്ചപ്പാലല്ലേ? കുഴപ്പമില്ല മകനെ. എന്നാ പിന്നെ എന്താ കുഴപ്പം? ഇതാ പിടിച്ചോ. നമുക്ക് ഇത്തിരി പുണ്യിരിക്കട്ടല്ലേ സ്വാമി. ഈ പാത്രം ഒന്ന് പിടിക്കൂ. ആ പിടിക്കണോ? പിടിക്കാല. സ്വാമി പാലിലെന്താ കലക്കിയത്? പ്രസാദം കുറച്ച് താങ്കൾക്കും തരട്ടെ. അങ്ങനെ ചോദിച്ചാ കുറച്ച് കൂടി ഒഴിച്ചോളൂ. അയ്യോ, എനിക്കാണോ സ്വാമി? സ്വാമി, ഈ ബാബുക്കുട്ടനെ അനുഗ്രഹിക്കണം സ്വാമി. സ്വാമിയുടെ പേരെന്താ? നമ്മെ ഈ ലൗകിക ലോകം അപൂർണാനന്ദമുനി എന്ന് വിളിക്കുന്നു. അപൂർണം എന്ന് വെച്ചാ? ശൂന്യതയിൽ നിന്നും പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് ബാബുക്കുട്ട അപൂർണത. സ്വാമി യാത്രയാണോ? എങ്ങോട്ടാ സ്വാമി? ചിലപ്പോൾ ഭാവിയിലേക്ക്, ചിലപ്പോൾ ഭൂതത്തിലേക്ക്, ചിലപ്പോൾ മുന്നോട്ട്, ചിലപ്പോൾ പിന്നോട്ട്. എന്താ ഇവിടെ? കൈലാസം നഗ്നപാതനായി കയറിയ ആളാ. ഭയങ്കര ജ്ഞാനിയാ. അത്രയും നേരം സംസ്കൃതത്തിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ധ്യാനത്തിലാ. ബാവക്കുട്ടനാണ് ആദ്യം കണ്ടത്. ദേ സ്വാമിയുടെ ശിഷ്യസ് സ്വീകരിച്ച് ദാ കാൽക്കളോട് കിടക്കുകയാണ് ബാവക്കുട്ടൻ. ഈ സ്വാമി നമ്മുടെ നാട്ടിൽ ഒരു ആശ്രമം പണിയാണെങ്കിൽ ഈ നാട് രക്ഷപ്പെടും. യുവസന്യാസിയാണല്ലോ, എന്തോ ഒരു തേജസ്സുണ്ട്. ഞാനും കുറെ കാലമായിട്ടൊരു ഹിമാലയൻ യാത്ര നടത്താനിരിക്കുക. സ്വാമിക്ക് നമ്മുടെ ഭക്തജന കമ്മിറ്റി വക ഒരു സ്വീകരണവും കൊടുത്ത് ഒരു സദ്വചന പ്രഭാഷണവും നടത്താം. എല്ലാം ഞാൻ തന്നെ ഏർപ്പാടാക്കിക്കൊള്ളാം. ആ അല്ല, നട തുറക്കാറായി. ഞാനൊന്ന് തൊഴുതേച്ചേക്ക് വരാം. ഇല്ലയോ? തിരുമേനി, ഹിമാലയത്തിൽ നിന്നൊരു സ്വാമി ഒന്നുണ്ട്. വലിയൊരു സിദ്ധനാന്നാ പറയുന്നത്. കേമായി ഉത്സവത്തിന് കൊടിയേറുന്നുണ്ട് ഇങ്ങനെ ആൾ വരിക എന്ന് വെച്ചാൽ ഐശ്വര്യമാണ്. ഇച്ചി വൈകി. നട തുറന്നിട്ട് വിശദമായി ഒന്ന് പരിചയപ്പെടാം. എൻ്റെ ആഞ്ജനയ്യ.
സാക്ഷികൾ CW 124 ദാമോദരൻ പോറ്റി, കലാദേവി, ബാബുക്കുട്ടൻ, ജഗ്ജീവൻ. All witness present. ആർ യു റെഡി? Yes. ആദ്യത്തെ സാക്ഷി വിളിക്കൂ. CW 1 ദാമോദരൻ പോറ്റി. ബാക്കി എല്ലാവരും പുറത്തിറങ്ങി നിൽക്കൂ. ഈശ്വരൻ സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചുകൊള്ളാം. ഈശ്വരൻ സാക്ഷിയായി കോടതി മുൻപാകെ സത്യം മാത്രം ബോധിപ്പിച്ചോളാം. നിങ്ങളുടെ വക്കീൽ എവിടെ? ബഹുമാനപ്പെട്ട കോടതി, വക്കീലില്ല, സ്വന്തമായിട്ട് വാദിച്ചോളാം. ശരി. ചീഫ്, എന്താണ് ജോലി? ഞാൻ മേൽക്കാവ് ഹനുമാൻ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. സംഭവം എല്ലാം അറിയാമല്ലോ അല്ലേ? അറിയാം. എന്താണെന്ന് വിശദമായി പറഞ്ഞോളൂ. ഞാൻ മേൽക്കാവ് ഹനുമാൻ ക്ഷേത്രത്തിന് സമീപമാണ് താമസം. 2/1/2020 പുലർച്ചെ പതിവ് പോലെ ഞാൻ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ക്ഷേത്രത്തിന്റെ ഹലോ, വളപ്പിനകത്ത് നിർത്തി പറയൂ. കോടതിക്ക് എഴുതിയെടുക്കാനുള്ളതാണ്. ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്രത്തിന് മുന്നിൽ കുറേ ആളുകൾ കൂടിയിരിക്കുന്ന കണ്ടു. എന്താണെന്ന് നോക്കിയപ്പോൾ സന്യാസിയുടെ വേഷത്തിൽ ഒരാൾ ആൽത്തറയിലിരിക്കുന്നു. ക്ഷേത്രനട തുറക്കാൻ സമയമായതുകൊണ്ട് ഒന്ന് നോക്കിയ ശേഷം ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തുറന്നപ്പോ എന്റെ ഭഗവാനെ, ഭഗവാൻ അവിടെ കാണാനില്ലായിരുന്നു. എന്റെ ആഞ്ജനേയ, ഭഗവാൻ അവിടെ കാണാനില്ല. ഓടി പൊളിഞ്ഞ് കിടക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ആൽത്തറയിലിരുന്ന സ്വാമിയുടെ സഞ്ചിയിൽ നിന്ന് വിഗ്രഹം കണ്ടെത്തി. എന്നിട്ട് എന്റെ മൊഴിയെടുത്ത് മജിസ്ട്രേറ്റ് തയ്യാറാക്കി കള്ളനെ അറസ്റ്റ് ചെയ്ത് പോലീസ് അങ്ങ് കൊണ്ടുപോയി. പ്രതിയെ നിങ്ങൾ കണ്ടാൽ തിരിച്ചറിയൂ? അറിയും. ഇവിടെ ഈ കൂട്ടത്തിലെങ്ങാനും ഉണ്ടോ? ആ നിൽക്കുന്ന ആളാണ്. അന്ന് പോലീസ് കണ്ടെടുത്ത വിഗ്രഹം കച്ചിട്ട് പ്രകാരം നിങ്ങൾ തിരിച്ചു വാങ്ങിച്ചായിരുന്നു? വാങ്ങിച്ചായിരുന്നു. നിത്യപൂജയുള്ളതാണ്. ആ ഫോട്ടോ തരും. വിഗ്രഹം കണ്ടാൽ തിരിച്ചറിയുമോ? വിഗ്രഹത്തിന്റെ ഫോട്ടോയാണിത്. ഏത് ഉറക്കത്തിൽ കണ്ടാലും ഞാൻ തിരിച്ചറിയും. എന്റെ അഞ്ജനയ്യ, ഭഗവാനെ. ഫോട്ടോഗ്രാഫ് മേ ബി മാർക്ക്ഡ് ആസ് P1. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ക്രോസ്, നിങ്ങൾക്ക് ഈ സാക്ഷിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. തിരുമേനി പൂജ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? സമാവർത്തനം കഴിഞ്ഞ സമയം തന്നെ പൂജ ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ തന്ത്രമന്ത്രാദികൾ നല്ല നിശ്ചയായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും കീർത്തി കേട്ട ശക്തിമുഖ ഹനുമാനെ പൂജിക്കാൻ അവസരം ലഭിക്കില്ലല്ലോ. ശക്തിമുഖ ഹനുമാന്റെ ധ്യാന ശ്ലോകം ഏതാണ്? പരസ്യമായി ഒരു വേദിയിൽ മന്ത്രം ഒരാളുടെ ശങ്ക മാറ്റാനായി ചൊല്ലുക പതിവില്ല. മൂലമന്ത്രം ചൊല്ലാനല്ലേ തടസ്സമുള്ളൂ? ധ്യാനമന്ത്രം ആർക്കും ചൊല്ലാമല്ലോ. അഞ്ജനാ ചന്ദനം വീരം ജാനകി ശോകനാശനെ കബീഷം അക്ഷഹന്താരം വന്ദേ ലങ്ക. ഭയങ്കരം. അഞ്ജന ചന്ദനം വീരം എന്നാണോ അഞ്ജന നന്ദനം വീരം എന്നാണോ? അഞ്ജനാദേവിയുടെ നന്ദനനായ മകനായ വീര ഹനുമാൻ, അങ്ങനെയല്ലേ തിരുമേനി? അങ്ങനെയും ചൊല്ലി കേട്ടിട്ടുണ്ട്. ആഞ്ജനേയ അതിപാടലാനനം കാഞ്ചനാദ്രി കമനീയ വിഗ്രഹം അല്ലേ? ഇതെന്താ, അന്താക്ഷരി കളിക്കുകയാണോ അതോ അക്ഷരശ്ലോക മത്സരം? കാവ്യ കേളി. അവിടുന്ന് തങ്ങുന്നത് എവിടെയാണ്? ക്ഷേത്രമക മഠത്തിൽ. ഒറ്റയ്ക്കാവും? കുടുംബം കൂടിയുണ്ട്. ഈ കുടുംബം എന്ന് പറയുമ്പോൾ അകത്തുള്ള ആളും മക്കളും, ഭാര്യയും മക്കളും. ദേവൻ ചൈതന്യക്ഷയ നിമിത്തം ക്ഷേത്രം വിട്ടു പോയിരിക്കുന്നുവെന്ന് ഇതിനോടകം തെളിഞ്ഞിരിക്കുന്നു. കാരണം പൂജാരി നിത്യബ്രഹ്മചാരി അല്ല എന്ന് പറയുന്നു. ശക്തിമുഖ ഹനുമാന്റെ വിഗ്രഹം തന്നെ ആൽത്തറയിൽ പോയിരുന്നാണ്. ദൈവകാര്യങ്ങളിൽ മഹാത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വിഗ്രഹങ്ങൾ സഞ്ചരിച്ചതിന് തെളിവുണ്ട്. പ്രത്യക്ഷമായതിനും തെളിവുണ്ട്, അപ്രത്യക്ഷമായതിനും തെളിവുണ്ട്. പാല് കുടിച്ചതിന് തെളിവുണ്ട്. സ്വയംഭൂവായ വിഗ്രഹങ്ങളുമുണ്ട്. അതൊക്കെ ഐതിഹ്യങ്ങളല്ലേ, സോളിഡ് പ്രൂഫ് ഇല്ലാത്ത കാര്യങ്ങൾ. ഭക്തനെ സംബന്ധിച്ച് വിശ്വാസമാണ് പ്രധാനം. കോടതിയിൽ സാക്ഷി പറഞ്ഞതിനെതിരെ കൗണ്ടർ ചെയ്യാം, അതിനുള്ള തെളിവുകളും നിരത്താം. ശ്രീകോവിലിൽ വിഗ്രഹം കാണാതെ പുറത്തിറങ്ങിയ താങ്കൾ എൻ്റെ സമീപത്ത് വിഗ്രഹം കണ്ടു എന്നാണ് പറഞ്ഞത്. അതെ. ഞാൻ ഇരുന്ന സ്ഥലത്ത് നിന്ന്
എത്ര ദൂരെയായിരുന്നു വിഗ്രഹം? ഇത്ര ദൂരം വരും. നിങ്ങൾ എന്താ ഈ പറയണേ? അത്രയുണ്ടോ? അല്ല, അദ്ദേഹം പറയട്ടെ സാർ. ഇത്ര 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 ദൂരം. അളവെത്ര? ഒരു 2 മീറ്റർ വരുമായിരിക്കും. 2 അടിയെന്നല്ലേ ഉദ്ദേശിച്ചത്? ഒബ്ജക്ഷൻ യുവർ ഓണർ. സാക്ഷിക്ക് ഉത്തരം കൊടുക്കാൻ പാടില്ല. 2 മീറ്റർ എന്നാണ് സാക്ഷി പറഞ്ഞത്. ആ ദൂരം ഒന്ന് അളക്കൂ. അളക്കുന്നത് അടുത്ത് വന്ന് കാണാൻ അനുവദിക്കണം യുവർ ഓണർ. ഐ ഒബ്ജക്ട്. സാക്ഷിക്ക് അത് ബുദ്ധിമുട്ടാവും. ഹി മേ ഇന്റിമിഡേറ്റ് ഓർ ഇൻഫ്ലുവൻസ് ദ വിറ്റ്നസ്. നോ, ലെറ്റ് ഹിം കം ആൻഡ് ക്രോസ് എക്സാം. ദാറ്റ്സ് ഹിസ് റൈറ്റ്. അളന്നോളൂ. സർ 1.65 മീറ്റേഴ്സ്. 1.65 മീറ്റേഴ്സ്. ആ, 2 മീറ്റർ അടുത്തുണ്ടല്ലോ. 5.4 അടി വന്നു. ആ, മഹാനുഭാവൻ പറഞ്ഞത് 2 അടി എന്നാണ്. He is not competent to gauge the distance. Accused made him confused. പോറ്റി, നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് കോടതിയോട് പറയാം. മഹാനുഭാവന്റെ വെഞ്ഞാർത്ത് എനിക്ക് മനസ്സിലായിട്ടൊന്നുമല്ല. കോടതിയായി പോയി. അളന്ന് ബോധ്യപ്പെട്ടെങ്കിൽ അവിടെ പോയി നിന്നോളൂ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നീളം, വണ്ണം, ഉയരം എന്നീ 3 മാനങ്ങളുള്ള ഒരു ഖരരൂപം മാത്രമായാണ് ഇദ്ദേഹം വിഗ്രഹത്തെ കണ്ടത്. വിഗ്രഹത്തിൻ്റെ കാലം എന്ന 4-ാം മാനവും ആത്മീയം എന്ന 5-ാം മാനവും കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് വിഗ്രഹ മോഷണം പോയതെന്ന് ഇദ്ദേഹം പറയുന്നത് എന്ന് പറയും. സാറേ, എത്രയായി കാണും? 11:30 കാണും. ഒന്നും ഉണ്ടായിരിക്കും, 2 എണ്ണം തെറ്റിക്കാതെ. സോറി സാറേ. അടുത്ത സാക്ഷി വിളിക്കൂ. മന്ത്രി അദ്ദേഹത്തെ പോലെ ശക്തനായ ഒരാളുടെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും? കൊട്ടാരത്തിലേക്കാണ് ദേവയാനിയെ കൊണ്ടുപോകുന്നതെന്ന് അച്ഛനോട് പറഞ്ഞിരുന്നു. അതെ. കൊട്ടാരത്തിൽ നിങ്ങളെക്കാൾ സുന്ദരികളായ ഒട്ടനവധി പെൺകുട്ടികളുണ്ടല്ലോ. പിന്നെന്തിനാണ് നിങ്ങളെ പോലൊരു പൂക്കാരിയെ മന്ത്രി രാജാവിന് അടിയറവ് വയ്ക്കുന്നത്? I object to that question, Your Honor. This question will affect the moral integrity of the witness. Shall not be permitted. This is a question based on motive, Your Honor. She has to answer. ദേവയാനിക്ക് ഉത്തരം പറയാമോ? ലക്ഷണയുക്തയായ പെൺകുട്ടിയെന്ന് രാജാവ് പറയണ കേട്ടു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. രാജാവ് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഉപദ്രവിച്ചത്? ആദ്യം കുറെ കളിയാക്കി കരയിക്കാൻ നോക്കി. പിന്നെ ശരീരത്തിൽ പലതും ചെയ്തു. പലതും എന്ന് പറഞ്ഞാൽ രഹസ്യഭാഗങ്ങളിൽ പിടിച്ചു, അങ്ങനെ എന്തെങ്കിലും? It is an indecent question. It should not be asked. No, this is a most relevant question, Your Honor. Continue the cross examination. മഹാരാജാവ് പരസ്യമായി ബലാത്കാരം ചെയ്തോ? അങ്ങനെയല്ല. പിന്നെങ്ങനെ? നിങ്ങളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അതിന്റെ കാരണം എന്താണ്? അറിയില്ല. This kind of evidence is not fitting to common sense and should be summarily rejected. ഒരു കാരണവും ഇല്ലാതെ ഹിസ് ഹൈനസ് എന്തിനാണ് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത്? അത് പറയേണ്ടത് തട്ടിക്കൊണ്ട് പോയവരാണ്, നിരാലംബിയായ ഒരു സ്ത്രീ അല്ല. You can continue. നിങ്ങളുടെ അച്ഛനും നിങ്ങളും ചേർന്ന് മഹാരാജാവിനും രാജഭരണത്തിനുമെതിരെ ഗൂഢാലോചനയുടെ ഭാഗമായി സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കളവ് പറയുകയാണ് എന്ന് പറയുന്നു. ഞാൻ അനുഭവിച്ച കാര്യമാണ് പറഞ്ഞത്. That's all, Your Honor. What about you, counsel for the minister?
മന്ത്രി അദ്ദേഹം വീട്ടിൽ വെച്ച് കയ്യിൽ പിടിച്ചു എന്ന് പറഞ്ഞല്ലോ. ആദ്യമായാണോ നിങ്ങളെ ഒരു പരപുരുഷൻ തൊടുന്നത്? അതെ. മന്ത്രി നിങ്ങളെ തൊട്ടപ്പോൾ എന്തു തോന്നി? ഭയം തോന്നി. പിന്നെ പെട്ടെന്ന് പ്രണയം തോന്നി? യാത്രയിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ട് പ്രണയം തോന്നി. നിങ്ങൾ എപ്പോഴെങ്കിലും അദ്ദേഹം വിവാഹിതനാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിറയെ എന്നോടുള്ള പ്രണയമായിരുന്നു. കണ്ണുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തും വായിച്ചെടുക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കണ്ടത് പ്രണയമാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഇതിനു മുൻപ് ആരെങ്കിലും കണ്ണിൽ പ്രണയം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഗോപികൃഷ്ണന്റെ കണ്ണിൽ പ്രണയം കണ്ടിരുന്നോ? ഇല്ല. മന്ത്രി അദ്ദേഹം നിങ്ങൾക്ക് പഴങ്ങൾ പറിച്ചു തന്നതും മുറിവിൽ മരുന്ന് വെച്ചു തന്നതും രാജകൽപ്പന നടപ്പിലാക്കാൻ വന്ന മുതിർന്ന ഉദ്യോഗസ്ഥന്റെ മാന്യതയും മര്യാദയും കരുതലുമാണെന്നും നിങ്ങൾക്ക് കരുതലും പ്രണയവും രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല എന്നും പറയും. അദ്ദേഹം പ്രണയം നടിച്ച് എന്നെ ചതിച്ചു. രാജശാസനം അനുസരിക്കാതെ നിങ്ങൾ മന്ത്രി അദ്ദേഹത്തെ കൂടെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഒരു പ്രജ രാജാവിനോട് ചെയ്യേണ്ട കടമ നിങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് പറയുന്നു. പ്രജയ്ക്കും ചില മൗലികാവകാശങ്ങളുണ്ട്. യുവർ ഓണർ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു അപൂർവ സാഹചര്യമാണ്. മഹാരാജാവ് കോടതിയിൽ വിചാരണ നേരിടുന്നു. യുവർ ഓണർ, I would like to hear the explanation of the defense for their offensive, illogical, irrational and unexplainable act. I may be permitted to continue after hearing their explanations. യെസ്. Argument of the learned prosecutor is nothing but an absurdity. We must never forget the maxim that the king can do no wrong. ഒന്ന് തമ്പുരാൻ തിരുമനസ് ഈ കോടതിയിൽ ഹാജരായി എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പരിരക്ഷയും ഇല്ലാതാവുന്നില്ല. രാജാധികാരത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നിയമവിധേയം തന്നെയാണ്. അതല്ല എന്ന് പരാതിക്കാരൻ തെളിയിക്കുന്നവരെ. എന്ത് കാര്യത്തിനാണ് മൂന്നാം സാക്ഷിയെ പിടിച്ചുകൊണ്ട് പോയത് എന്നത് ഇന്നും അവർക്ക് അജ്ഞാതമാണ്. ഇവിടെ രാജാവ് ഒരു പ്രജയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു. ഒരു വ്യക്തിയുടെ സന്തോഷത്തിന്റെ അടിസ്ഥാന ശില അവന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. You are wrong, Mr. Prosecutor. There is no difference between the king and the state. അധികാരത്തിൽ അധിഷ്ഠിതമായാണ് എല്ലാ വ്യക്തി സ്വാതന്ത്ര്യവും നിലനിൽക്കുന്നത്. ഉദാഹരണത്തിന്, ഒരാൾക്ക് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം വ്യക്തി സ്വാതന്ത്ര്യമായി കരുതുന്നു. പക്ഷേ രാജാവിനോ ഭരണകൂടത്തിനോ അത് വേണമെങ്കിൽ പിടിച്ചെടുക്കാം. ഒരു രാജ്യത്തിന്റെ പരമരഹസ്യം ശത്രു രാജ്യത്തിനോട് പറയാൻ വ്യക്തി എന്ന നിലയിൽ നമുക്ക് അവകാശമില്ല. ഒരു പൗരനും രാജ്യത്തിന് അതീതനല്ല. വ്യക്തി സ്വാതന്ത്ര്യം പരമം അല്ല. Personal liberty and freedom of expression are the most important requirements. ഞാൻ കുറെ നേരം കേൾക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? ഇതാണോ നിങ്ങളുടെ വലിയ കോടതി? ഇതാണോ നിങ്ങളുടെ പരിഷ്കാരം? ഇനി ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുക. തിരുമനസിന് അഭിഭാഷകനുള്ളപ്പോൾ തിരുമനസ് തന്നെ നേരിട്ട് വാദിച്ചാൽ കോർട്ട് പ്രൊസീജിയർ തെറ്റില്ലേ? നീ വിട്ടരുത്. നിന്റെ നാമം ഞാൻ അറിയും. ഇരിക്കവിടെ. യുവർ ഓണർ, എല്ലാവരും ഇരിക്കാൻ. Your Honor, I am relinquishing the വക്കാലത്ത്. ഇനി പൊന്നു തമ്പുരാൻ തന്നെ അരുൾ ചെയ്യട്ടെ. പറയൂ, തിരുമനസിന് എന്താണ് പറയാനുള്ളത്? ഞാനിന്നിവിടെ വന്നത് ഞാനിന്നിവിടെ നേരിട്ട് വന്നത് നിങ്ങൾ പറഞ്ഞ പോലെ മേൽക്കോടതി നിന്നുള്ള ഉത്തരവേറ്റിട്ടൊന്നുമല്ല. നാട്ടുകാരെന്ത് പറയുന്നുള്ള ആശങ്കയും എനിക്കില്ല. ഞാൻ വന്നത് എനിക്ക് തീർപ്പാക്കാൻ പറ്റാത്തൊരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചു. അത് ഇപ്പോൾ ഈ കോടതിയിൽ പരാതിയുമായി വന്നിരിക്കുന്ന ഈ പെൺകുട്ടി എന്റെ വെറും പ്രജ അനുസരിച്ചില്ല. എന്റെ മന്ത്രിമുഖം അനുസരിച്ചില്ല. ശിരച്ഛേദം ചെയ്യുകയായിരുന്നു വേണ്ടത്. ഞാനത് ചെയ്തില്ല. അങ്ങ് പറഞ്ഞ എന്ത് കാര്യമാണ് ഈ പെൺകുട്ടി അനുസരിക്കാതിരുന്നത് എന്ന് പറഞ്ഞാൽ
ഒരു വ്യക്തത വരുമായിരുന്നു.